ആ ഒരു പഠിക്കുന്ന കാര്യത്തിൻ്റെ നേച്ചർ, ആ പ്രോബ്ലത്തിൻ്റെ നേച്ചർ, അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ ആൻഡ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ, ചിൽഡ്രൻസ് ആർ പെർമിറ്റഡ് ടു എൻ്റർ ദ ലാബ് ആൻഡ് ദ ഒബ്സർവ് ദെയർ ആക്ടിവിറ്റീസ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻസ്, CCTV ക്യാമറയൊക്കെ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യുന്ന രീതി. അപ്പോൾ ഒരു ലാബോറട്ടറിക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഒബ്സർവ് ചെയ്യുന്ന രീതിയാണ് അണ്ടർ കൺട്രോൾഡ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് എഡ്യൂക്കേഷണൽ ക്ലിനിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ കേസ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒരു കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഹായ്, നമസ്കാരം. എൻ്റെയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് കേറ്ററ്റ് കാറ്റഗറി 3യുടെ സൈക്കോളജിയിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സ്ഥിരം മേഖലയാണ്, ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക് കൂടിയാണിത്. അത് മറ്റൊന്നുമല്ല, മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് അഡോളസൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അഡോളസൻ്റ് ഏജിലുള്ള കുട്ടികളെക്കുറിച്ച് പഠിക്കുന്നതിന് നമുക്ക് ഏതെല്ലാം മെത്തേഡ്സ് ആണ് സൈക്കോളജിയിൽ ഉള്ളത്. സൈക്കോളജി ജനറലായിട്ട് നമുക്കറിയാം കുറേയേറെ മെത്തേഡ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ സർവേ മെത്തേഡ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, ഇങ്ങനെ പല മെത്തേഡുകളുണ്ട്. ഇതൊക്കെയാണ് ജനറലായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ജനറലായിട്ട് ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ മെത്തേഡ്സ് ഏതാണ് എന്നുള്ളത് ആ ഒരു പഠിക്കുന്ന കാര്യത്തിൻ്റെ നേച്ചർ, ആ പ്രോബ്ലത്തിൻ്റെ നേച്ചർ, അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ ആൻഡ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ, അവൈലബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ, സബ്ജക്ട്സ്, ടൈം ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സ്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് മെത്തേഡ് തീരുമാനിക്കണം എന്ന് ഫൈനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവസാനം നമ്മളത് ഏത് വെച്ചിട്ട് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഒരു 5-6 മെത്തേഡ്സ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഇൻട്രോസ്പെക്ഷനും ഒബ്സർവേഷനും ഇൻ്റർവ്യൂവും ക്ലിനിക്കൽ അല്ലെങ്കിൽ കേസ് സ്റ്റഡി മെത്തേഡും എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡും ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ജർമ്മനിയിലെ ലിപ്സിഗിൽ വില്യം വൂണ്ട് ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ഒരു ലാബോറട്ടറിയൊക്കെ നിർമ്മിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ. ആദ്യത്തെ ലാബോറട്ടറി സ്ഥാപിക്കുന്നത് വില്യം വൂണ്ടാണ്. വില്യം വൂണ്ടും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അഥവാ സ്ട്രെച്ചർലിസം എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര ബ്രാഞ്ചിന് തന്നെ അവർ തുടക്കം കുറിക്കുന്നുണ്ട്. ഈ സ്ട്രെച്ചർലിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്ന മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്ക് വന്നിരിക്കുന്നത് തന്നെ ഇൻട്രോ ആൻഡ് ആസ്പെക്ഷൻ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ്. 2 ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അതായത് ഒരാൾ സ്വയമേ അയാളുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് അയാളുടെ മാനസിക വികാരങ്ങളെ, മെൻ്റൽ ആയിട്ടുള്ള എലമെൻസിനെ പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇൻട്രോസ്പെക്ഷൻ അത് ചെയ്യുന്നത്. ഇൻട്രോസ്പെക്ഷൻ ഇപ്പോൾ എനിക്ക് ദേഷ്യം വന്നിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്, ഞാൻ എത്ര അളവിൽ ദേഷ്യപ്പെട്ടു, എന്തായിരുന്നു അതിന് കാരണം എന്നൊക്കെ ഞാൻ തന്നെ സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. വില്യം വൂണ്ടാണ് ഇൻട്രോസ്പെക്ഷൻ തുടക്കം കുറിച്ച് കൊടുത്ത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള എഡ്വേർഡ് ടീച്ചറാണ് ഇതിനെ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരികയും ഉപയോഗിക്കുകയും ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതാണ് ഇൻട്രോസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ ഭാഗത്തൊക്കെ ജനറലായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഒരാൾ സ്വയമേവ തൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നു സെൽഫ് ഒബ്സർവേഷനാണ് ഇവിടെ നടക്കുന്നത്. ലുക്സ് വിത്തിൻ എന്നുള്ളതാണ് അവിടുത്തെ കൺസെപ്റ്റ് എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി പറയാൻ പോകുന്നത് ഇവിടെ പ്രധാനമായിട്ടുമുള്ള പോയിൻറ്റ്സ്, അതായത് ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഇൻട്രോസ്പെക്ഷൻ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തൊക്കെയാണ്. അതായത് ഈ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. സൈക്കോളജിയിലെ മെത്തേഡായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. ഒരു അപ്പാരറ്റസോ ലാബോറട്ടറി സാധനങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് വലിയ ചിലവൊന്നുമില്ല, ചെയ്യാൻ പറ്റും. ഇത് എവിടെ വേണമെങ്കിലും ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അയാളുടെ ഇമോഷൻസിനെ കുറിച്ച് റിയലൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്നത് തീർച്ചയായിട്ടും ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഡീമെറിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേറ്റ കളക്റ്റഡ് ബൈ ഇൻട്രോസ്പെക്ഷൻ ആർ ഹൈലി സബ്ജക്റ്റീവാണ് ഡേറ്റ. അത് വെരിഫൈ ദേ കനോട്ട് ബി വെരിഫൈഡ്. സബ്ജക്റ്റീവാണ്, അത് വെരിഫൈ ചെയ്യാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഒരാൾ പറഞ്ഞാൽ അത് ഫുള്ളായിട്ട് അങ്ങ് വിശ്വസിക്കാന്നല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ദർ ഇസ് എ ആംബിൾ സ്കോപ്പ് ഫോർ ദ ഇൻഡിവിജ്വൽ ഹു ഇൻട്രോസ്പെക്ട് ടു ലൈ ഡെലിബറേറ്റ്ലി ആൻഡ് ഹൈഡ് ദ ഫാക്ട്സ് ടു മിസ്ലീഡ്. ഇപ്പോൾ ഞാൻ എൻ്റെ സിറ്റുവേഷൻ പഠിച്ചു, ഓക്കെ, മറ്റൊരാളോട് പറയാനൊക്കെ എനിക്ക് താല്പര്യക്കുറവുണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് തോന്നിയ കാര്യമൊന്നും ഒറിജിനലായിട്ട് നിങ്ങളോട് പറയണമെന്നില്ല, അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ നുണ പറഞ്ഞുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. അബ്നോർമൽ ഇൻഡിവിജ്വൽസിലും കുട്ടികളിലും ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് പോസിബിൾ അല്ല എന്നുള്ളതും അതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഒബ്സർവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒബ്സർവേഷനിൽ എന്താ, ഓവർട്ട് ബിഹേവിയർ, പുറമേ കാണുന്ന കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുകയാണ് അല്ലേ, അതിനെക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്.
അതുപോലെ പെർസെപ്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ബൈ അതർ ഇൻഡിവിജ്വൽസ്, അതാണ് അവിടെ സംഭവിക്കുന്നത്. ഒരാളുടെ പ്രത്യേകതകൾ നമ്മൾ പുറമേ നിന്ന് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. നിരീക്ഷണം എന്നുള്ളതാണ് ആർക്കും എപ്പോഴും ഏത് ജീവിയിലും ചെയ്യാൻ പറ്റുന്ന, മനുഷ്യൻ മാത്രമല്ലല്ലോ, ഏത് ജീവിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇത് സ്പെസിഫിക് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റെക്കോർഡഡ് ഇമ്മീഡിയറ്റ്ലി. ഇതെല്ലാം ഈ പറയുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്ന, നിരീക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒബ്സർവേഷൻ തന്നെ പ്രധാനമായിട്ടും 2 രീതിയിലുണ്ട്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. പിന്നെ ഉണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ ഒരു ടീമിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ട് അതിനകത്ത് ഒബ്സർവ് ചെയ്യുന്നതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ ഇൻ വിച്ച് ദ ഒബ്സർവർ, അതായത് നിരീക്ഷിക്കുന്ന ആൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ഉള്ള ഒരു രീതി എന്ന് പറയുന്നത്. അതായത് ഫ്രീ ആയിട്ട് മിങ്കിൾ ചെയ്യാനും അവരുടെ ഒരു ടീം മെമ്പറായിട്ട് നിന്നുകൊണ്ട് അവരെ ഒബ്സർവ് ചെയ്യാനും അത് ഒബ്സർവ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോകാനും ഇതിന് ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കും എന്നുള്ളതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിൽ. നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നു, ഒരു 10-20 കുട്ടികൾ ആ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പുറത്ത് നിന്നിട്ട് അവരെ ഒബ്സർവ് ചെയ്യണം. അവർക്ക് ആ കളിക്കുന്ന ടീമിനകത്ത് ഞാനില്ല, പക്ഷേ ഞാൻ പുറത്ത് നിന്ന് ഇവരെല്ലാവരും ഇൻഡിവിജ്വലി ഒബ്സർവ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനാണ്. അതായത് ഒബ്സർവ് ചെയ്യുന്ന ആൾ ഈ ഗ്രൂപ്പിൻ്റെ പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക, ആക്ച്വലി ആ ഒരു ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു അൺബയാസ്ഡായിട്ട് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ടീമിനകത്തെ ആൾക്കാർ കോൺഷ്യസ് ആയിരിക്കും. അതാണ് അതിനകത്തൊരു പോരായ്മയായിട്ട് വരുന്നത്. ഇതാണ് 2 പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ കൺട്രോൾഡ് ഒബ്സർവേഷനും അൺകൺട്രോൾഡ് ഒബ്സർവേഷനും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്, അതായത് കൺട്രോൾഡ് കണ്ടീഷൻസിനകത്തായിരിക്കും കൺട്രോൾഡ് ഒബ്സർവേഷൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഒബ്സർവർ മേ എക്യുപ്പ് ആൻ എക്സ്പെരിമെൻ്റൽ ലാബോറട്ടറി വിത്ത് ദ മെയിൻ ഫോൾഡ് ഒബ്ജക്ട്സ്. ചിൽഡ്രൻസ് ആർ പെർമിറ്റഡ് ടു എൻ്റർ ദ ലാബ് ആൻഡ് ദ ഒബ്സർവ് ദെയർ ആക്ടിവിറ്റീസ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻസ്. CCTV ക്യാമറയൊക്കെ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യുന്ന രീതി. അപ്പോൾ ഒരു ലാബോറട്ടറിക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഒബ്സർവ് ചെയ്യുന്ന രീതിയാണ് അണ്ടർ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന സാധനം. അതായത് നമ്മൾ കൃത്യമായിട്ടൊരു കണ്ടീഷൻ സെറ്റെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, ആ ഒരു സെറ്റപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്. CCTV ഒക്കെ വെച്ച് ഒബ്സർവ് ചെയ്യുന്നതാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. അങ്ങനെ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് വിടുന്നതാണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഹിയർ ദ ഒബ്സർവേഷൻ ഈസ് ഡൺ ഇൻ നാച്ചുറൽ സെറ്റിങ്സിലായിരിക്കും ഇത് നടക്കുന്നത് എന്നുള്ളതാണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. മെറിറ്റ് എന്താ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ, എല്ലാ പ്രായത്തിലുള്ളവരെയും ചെയ്യാൻ പറ്റും. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി സ്പെഷ്യൽ ടൂൾ ഓർ എക്യുപ്മെൻറ്റ്. ഇറ്റ് ഈസ് അഡാപ്റ്റബിൾ ബോത്ത് ടു ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് വരുന്നത്. ഇനി ഡീമെറിറ്റ് ആയിട്ട് വരുന്നത് എന്താ, പേഴ്സണൽ പ്രജുഡിസം ഉണ്ടാവാൻ, ബയാസ്ഡ് ആവാനുള്ള സാധ്യതയൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. റെക്കോർഡ്സ് മേ നോട്ട് ബി റിട്ടൺ വിത്ത് 100% ആക്യുറസി ആസ് ദ ഒബ്സർവേഷൻ ഈസ് റെക്കോർഡഡ് ആഫ്റ്റർ ദ ആക്ഷൻ ഓഫ് ദ ഒബ്സർവർ. അതായത് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇപ്പം മൊത്തത്തിൽ ഒബ്സർവേഷൻ്റെ മെറിറ്റും ഡീമെറിറ്റുമായിട്ട് പറയുന്നത്, അല്ലാതെ ഒരു കണ്ടീഷന് മാത്രമല്ല. അപ്പം ഇത് കൃത്യമായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് തെറ്റ് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവുന്നുള്ള ഒരു പോയിൻ്റായിട്ട് പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ 100% ആക്യുറസിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് പറയാനും പറ്റില്ല. ഓവർ ബിഹേവിയർ ഒൺലി ആൻഡ് നോട്ട് ദാറ്റ് ഇൻ വിത്തിൻ. അതായത് ഒരാളുടെ പുറമേ ഉള്ള കാര്യങ്ങളെ മാത്രമാണ് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ഒരാളുടെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന വികാരങ്ങളെക്കുറിച്ചൊന്നും നമുക്കവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടോ മനസ്സിലാക്കാനായിട്ടോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇൻ്റർവ്യൂ മെത്തേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 1-to-1 അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻ്റർവ്യൂ മെത്തേഡ് ഉണ്ട്. ഫേസ് ടു ഫേസ് ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ്, ഈ ടെലിഫോൺ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് അല്ലേ. ഇൻ്റർവ്യൂ ഈസ് എ ഡേറ്റ കളക്ഷൻ എൻകൗണ്ടർ ബിറ്റ്വീൻ 2 or more people where questions are asked by a person. ഇൻ്റർവ്യൂവർ ഉണ്ടാവും, ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ഫ്രം അനദർ പേഴ്സൺ. ഇൻ്റർവ്യൂവി, അതായത് ഒരാൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുണ്ടാവും, മറ്റേ ആളുടെ അടുത്ത് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അത് ലോങ് ഡിസ്റ്റൻസിലുള്ളതുകൊണ്ട് ഫേസ് ടു ഫേസും ഉള്ളതുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇൻ്റർവ്യൂ മെത്തേഡ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് സൈക്കോളജി ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് തന്നെയാണ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻഡ് പ്രൊസീജിയറൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയോ അല്ലെങ്കിൽ ആ സ്പോണ്ടേനിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ ചേഞ്ച് വരുത്തുന്ന രീതിയൊക്കെ ഇൻ്റർവ്യൂവിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്നുള്ള പേരിൽ 2 ആയിട്ട് ഇത്തരത്തിൽ ഇൻ്റർവ്യൂവിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിനൊരു സ്ട്രക്ചർ ചെയ്ത് ആ പ്രീ ഡിറ്റർമിൻ പ്ലാൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ തന്നെ റിജിഡായിട്ട് തീരുമാനിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും. ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് ഓഫ് ജനറൽ ടോപ്പിക്സ് ആസ് എ ഗൈഡ്, ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതനുസരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും അത് പോകുന്നത്. പക്ഷേ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ ആ ഇൻ്റർവ്യൂവർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇൻ്റർവ്യൂവർ ഈസ് ഫ്രീ ടു ഡെവലപ്പ് ദ കോൺവെർസേഷൻ അലോങ് ദ ലൈൻസ് ദാറ്റ് സീംസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു ഹിം. അപ്പോൾ ഒരു പ്ലാനും ഇല്ലാണ്ട് വന്നിരുന്നിട്ട് ഒരു ടീമിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിനനുസരിച്ചുകൊണ്ട് ഇൻ്റർവ്യൂവിനെ ഡെവലപ്പ് ചെയ്യുകയും ക്വസ്റ്റ്യൻസിനെ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇൻ്റർവ്യൂവിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടുന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഡയറക്റ്റ് ആയിട്ട് ഒരാളോട് ചോദിച്ച് നമുക്ക് കാര്യം പഠിക്കാനായിട്ട് പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻ്റർവ്യൂവർ വിത്ത് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഒബ്സർവ് സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ദ റെസ്പോണ്ടൻസ് ബിഹേവിയർ മനസ്സിലാക്കാനും ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും ഒക്കെ ഇൻ്റർവ്യൂ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഫ്ലെക്സിബിൾ ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ് ഓഫ് ദ സിറ്റുവേഷൻ. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് അതിനെ ഫ്ലെക്സിബിൾ ആക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഡോമിനൻറ്റ് ബിഹേവിയർ ഓഫ് ദ ഇൻ്റർവ്യൂവർ മേ കോസ് ടെൻഷൻ ആൻഡ് നെർവസ്നെസ് ആൻഡ് സബ്സിക്വൻറ്റ് ബ്ലോക്കേജ് ഓഫ് ഫ്രീ റെസ്പോൺസ് ഫ്രം ദ ഇൻ്റർവ്യൂ. ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് വരുന്ന കാര്യമായിട്ട് ഇപ്പം നമ്മുടെ ഡോമിനൻസ്, നമ്മൾ ചോദ്യം ചോദിക്കുന്നു ഓവറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പ് ഇരിക്കുന്ന ആൾ കംഫർട്ടബിൾ ആയില്ല, അപ്പോൾ അയാളിൽ നിന്ന് എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വരാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സിൻസ് ഇറ്റ് ഈസ് എ ഫേസ് ടു ഫേസ് സിറ്റുവേഷൻ, ഷൈ പേഴ്സൺ മേ ഹൈഡ് മെനി ഫാക്ട്സ് അബൌട്ട് ദെയർ പേഴ്സണൽ ലൈഫ് ആൻഡ് ദേ മേ അതർവൈസ് വില്ലിങ് ടു ഡിസ്ക്ലോസ്. അപ്പം ഇപ്പോൾ താല്പര്യമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ വളരെ നാണംകുണികളായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ ഒട്ടും തന്നെ ഇൻട്രാക്റ്റീവ് ആയിരിക്കില്ല ഒരു ഇൻ്റർവ്യൂലൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ നെഗറ്റീവായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ് ആൻഡ് പ്രജുഡിസ് ഓഫ് ദ ഇൻ്റർവ്യൂ. അപ്പം ഞാൻ പ്രജുഡിസ് മൈൻഡിൽ ഇയാൾ ഇങ്ങനെയാണ്, ഇയാളുടെ രീതി ഇതാണ്, അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇയാൾ ഇതേ പറയുള്ളൂ, ഇയാളിത് പറയുന്നത് ഇയാളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാലും അതും പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ക്ലിനിക്കൽ അല്ലെങ്കിൽ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ്. ഒരു കുട്ടിയെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ് കേസ് സ്റ്റഡി മെത്തേഡ് തന്നെയാണ്. ഒരു കേസിനെ എടുത്തുകൊണ്ട് വിശദമായിട്ട് ആ കുട്ടിയുടെ പോരായ്മയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി സ്ഥിരമായിട്ട് ക്ലാസ്സിൽ ലേറ്റായിട്ട് വരികയും ആ കുട്ടി ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുകയും തനിയെ ഇരുന്ന് കരയുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണുകയാണ്. ആ കുട്ടിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് അഡോളസൻ്റ് ഏജിലുള്ള അയാളുടെ ഇഷ്യൂസൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് ഏതായിരിക്കും? കേസ് സ്റ്റഡി ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് ഏതാണെന്നുള്ളത് ചോദിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏത് ജീവജാലങ്ങളെയും ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന മെത്തേഡാണെന്ന് ചോദിച്ചാൽ അത് ഒബ്സർവേഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇൻഡെപ്ത് ഡീറ്റെയിൽസിൽ ഒരാളെക്കുറിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരാളുടെ ബിഹേവിയറും അല്ലെങ്കിൽ മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കേസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. എ ചൈൽഡ് ഹൂ സോഷ്യലി മാൽ അഡ്ജസ്റ്റഡ് ഓർ ഇമോഷണലി ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്തരത്തിൽ സബ്ജക്ട്സിലൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ക്ലിനിക്കൽ കേസായിട്ട് നമുക്ക് എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് എഡ്യൂക്കേഷണൽ ക്ലിനിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ കേസ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒരു കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കേസ് സ്റ്റഡി എയിംസ് അറ്റ് സ്റ്റഡിങ് എവറിത്തിങ് അബൌട്ട് സംതിങ് റാദർ ദാൻ സംതിങ് അബൌട്ട് എവറിത്തിങ്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്, അല്ലാണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ മെത്തേഡ്. ഇത് തന്നെയാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കേസ് സ്റ്റഡിക്കകത്ത് വേണമെങ്കിൽ ഒബ്സർവേഷനോ ഇൻ്റർവ്യൂവോ മെഡിക്കൽ എക്സാമിനേഷനോ സൈക്കോളജിക്കൽ ടെസ്റ്റോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളായിട്ട് നമുക്കവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരാളെക്കുറിച്ച് പഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഹൈലി റിലയബിൾ ആണ്. ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് നമുക്ക് റൂട്ട് കോസ് കണ്ടെത്തിക്കൊണ്ട് ഒരു മാൽ അഡ്ജസ്റ്റഡ് പേഴ്സൻ്റെ ഇഷ്യൂ എന്താണെന്ന് റൂട്ട് കോസ് കണ്ടെത്തിക്കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് കേസ് സ്റ്റഡിയുടെ ഏറ്റവും നല്ലൊരു സൈഡായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നോർമൽ ബിഹേവിയറിനെ കുറിച്ചും അബ്നോർമൽ ബിഹേവിയറിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഒരു നോർമൽ ചിൽഡ്രൻ അല്ലെങ്കിൽ അബ്നോർമൽ ചിൽഡ്രൻ്റെ ഇഷ്യൂസ് എന്തിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് കേസ് സ്റ്റഡി മെത്തേഡ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനകത്ത് ടൈം കൺസ്യൂമിംഗ് ആണ്, കൂടുതൽ എഫേർട്ട് ആവശ്യമാണ് റിസർച്ചറുടെ ഭാഗത്തുനിന്ന്. ഇൻഡിവിജ്വൽ കേസിന് മാത്രമാണ് ഇവിടെ എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരാളെക്കുറിച്ച് പഠിക്കാൻ ഒരുപാട് സമയം നമ്മൾ ഇവിടെ ചിലവാക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അതുപോലെ ടെക്നിക്കൽ പ്രൊഫഷൻസി എക്സ്പീരിയൻസും ഒക്കെ ആവശ്യമാണ് അധ്യാപകരിൽ ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യണമെങ്കിൽ എന്നത് കൂടി അതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. അടുത്തത് എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ്. എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നതിനകത്ത് കോസ് ആൻഡ് എഫക്റ്റ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. അതായത് കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് പഠിക്കുകയാണ് സയൻറ്റിഫിക് മെത്തേഡിനകത്ത് ചെയ്യുന്നത്. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അതുപോലെ കൺട്രോൾഡ് വേരിയബിൾ, ഇൻ്റർവീനിങ് വേരിയബിൾ എന്നൊക്കെ പറയുന്ന വേരിയബിൾസ് ഉണ്ടാവും. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനകത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനകത്തൊക്കെയുള്ള തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു കാരണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യവും കോസ് എഫക്റ്റ് റിലേഷൻ ഇതാണ് ത്രൂ ഔട്ട് ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ ഒരാളിൽ കൂടുതൽ അക്കാഡമിക് സ്ട്രെസ്സ് അയാളുടെ അച്ചീവ്മെൻറ്റിനെ എങ്ങനെ ബാധിക്കും? അപ്പോൾ അക്കാഡമിക് സ്ട്രെസ്സ്, കൂടുതൽ കണ്ടൻറ്റ് പഠിക്കുമ്പോഴുള്ള സ്ട്രെസ്സ് അതെങ്ങനെ അക്കാഡമിക്സിൻ്റെ അച്ചീവ്മെൻറ്റിനെ ബാധിക്കും എന്നുള്ള ആ ഒരു കാര്യം പഠിക്കുമ്പോൾ
ആ 2 ഫാക്ടറുകൾ, ആ 2 വേരിയബിൾസാണ് നമ്മളവിടെ എടുക്കുന്നത്. ഒരെണ്ണം മറ്റതിൽ എങ്ങനെ എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. ഇതാണ് എക്സ്പെരിമെൻ്റൽ ഓർ സയൻറ്റിഫിക് മെത്തേഡിനകത്ത് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ്, അതേപോലെ ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ കുറിച്ചാണ് അവിടെ പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർ മേ കീപ് ദ ഇൻ്റർവെയിനിങ് വേരിയബിൾ അണ്ടർ കൺട്രോൾ സോ ആസ് ടു പ്രിവെൻറ്റ് ദം ഫോർ ഇൻഫ്ലുവൻസിങ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലെ ചേഞ്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എങ്ങനെ എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് കാണണം. അതിന് പുറത്തുള്ള വേറെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അക്കാഡമിക് സ്ട്രെസ്സ് എങ്ങനെയാണ് അച്ചീവ്മെൻറ്റിനെ ബാധിക്കുന്നത് എന്നത് പഠിക്കുന്ന സമയത്ത് ഫാമിലി പ്രോബ്ലം എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ ഈ പറയുന്ന അച്ചീവ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്നുള്ളൊരു സാധനമല്ലേ, അതിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഒരെണ്ണത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനെയൊക്കെ കൺട്രോൾ ചെയ്യണം. അതാണ് കൺട്രോൾഡ് വേരിയബിൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഇൻ്റർവെയിനിങ് വേരിയബിൾസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൺട്രോൾഡ് വേരിയബിൾസ്, കൺട്രോൾ ചെയ്ത് വെക്കേണ്ട വേരിയബിൾസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ അഡോളസെൻ്റ് ബിഹേവിയറിനെ കുറിച്ചും കൊഗ്നിഷനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഏത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് അല്ലെങ്കിൽ ക്ലിനിക് നമ്മൾ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡ് നമുക്കവിടെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഇത് ഏറ്റവും നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഒബ്ജക്റ്റീവായിട്ട് റിലയബിൾ ഡാറ്റ കിട്ടുന്നതിന് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഈ ദ ഫൈൻഡിങ്സ് ഓഫ് ദ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ആർ ഓപ്പൺ ടു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. ദിസ് മെത്തേഡ് അലോസ് മാക്സിമം കൺട്രോൾ ഓവർ ദ ഫിനോമിനൻ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ ഇതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാം, കാര്യം കറക്റ്റ് ആൻസർ ആയിരിക്കും, കറക്റ്റ് ഡേറ്റ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരിക. പക്ഷേ ഇത് ഒരുപാട് എന്താ പറയുക സമയമെടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അതുപോലെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാരക്ടേഴ്സൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഉപയോഗിച്ച് പഠിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സൊക്കെ ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് കിട്ടില്ല, ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറഞ്ഞു. കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പാടായിരിക്കും ചില ഫാക്ടേഴ്സിനെ, അതും ഇതിൻ്റെ പ്രയാസമായിട്ട് ഡീമെറിറ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ സർവേ മെത്തേഡ്, ഇൻഡിവിജ്വൽ ഡിഫറൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഡിഫറൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. സർവേ മെത്തേഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു സർവേ മെത്തേഡ് എന്ന് പറയുന്നത് concerned with the conditions or relationship that exist, practices that prevail, point out view or attitude that are held or trends that are developing. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ സർവേ നടത്തുക എന്ന് പറയുമ്പോൾ ഒരു ട്രെൻഡ് എന്താണ്, ഒരു സൊസൈറ്റിയിൽ ഒരു കാര്യത്തോടുള്ള സമീപനം എങ്ങനെയാണ്. ഇപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് സർവേ നടത്തും അല്ലേ, അപ്പോൾ സൊസൈറ്റിക്ക് ഇപ്പോൾ കറണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ സർവേ നടത്തുന്നത്. അപ്പോൾ ഇത് പല രീതികളിൽ പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് സർവേ മെത്തേഡ് യൂസ് ആണ് എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് പ്രസൻറ്റ് ട്രെൻഡ്സ് മനസ്സിലാക്കാനും കറണ്ട് പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് സജസ്റ്റ് ദ കോഴ്സ് ഓഫ് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സ് ഓഫ് ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സിമിലർ പ്രോബ്ലംസ്. അത്തരത്തിൽ പിന്നീട് ഉള്ള പഠനങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓഫ് സർവേ റിപ്പോർട്ട് ഈസ് പോസിബിൾ ഇൻ മാത്തമാറ്റിക്കൽ ആൻഡ് ക്വാണ്ടിഫൈഡബിൾ ടേം. മാത്തമാറ്റിക്കലായിട്ടൊക്കെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നുള്ളത് ഇതിൻ്റെ മെറിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഡീമെറിറ്റ് എന്താ? Differential method focuses on existing conditions. It pay little attention to the past condition which might have caused a present problem. അപ്പോൾ കറണ്ട് ട്രെൻഡാണ് പഠിക്കുന്നത്, അതിന് മുൻപത്തെ കാലത്തുണ്ടായ കാര്യങ്ങൾ ഇതിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിവിടെ ചിന്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പോരായ്മയായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ അല്ലേ, ഞാനൊരു സർവേ എടുക്കാൻ പോകുന്നത് എനിക്ക് തോന്നിയ പോലെയൊക്കെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ തന്നെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ സർവേ ശരിയാവില്ല, അതോടെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു സാമ്പിളിംഗ് എറർ. സംടൈം സാമ്പിൾസ് ആർ നോട്ട് ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും നെഗറ്റീവായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ അഡോളസെൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാനും അവരുടെ വിശ്വാസങ്ങളുടെ രീതികളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സർവേ മെത്തേഡും നമുക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പല രീതിയിൽ ഓൺലൈൻ സർവേ ആയിട്ടും പേപ്പർ ആൻഡ് പെൻസിലും ക്വസ്റ്റ്യനേഴ്സ് ആയിട്ടും ഒക്കെ നമുക്കിത് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. സോ അത്രയാണ് ചില പ്രധാനപ്പെട്ട ഒരു 6ഓളം മെത്തേഡ്സിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഇൻട്രോസ്പെക്ഷൻ തൊട്ട് സർവേയും ഇൻ്റർവ്യൂവും എല്ലാം ചോദ്യമായിട്ട് വരാറുണ്ട്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം, പിന്നെ പ്രത്യേകിച്ച് കേസ് സ്റ്റഡി പോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫ്ലോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോയെന്നുള്ളതാണ്. അതിലെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.